നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം ന്യൂസ് അറ്റ് 6 PM പ്രധാന തലക്കെട്ടുകൾ. SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്ത്. കരട് പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്ന് മുതൽ ജനുവരി 22 വരെ പരാതി നൽകാം. അഴിമതി കേസിൽ ജയിൽ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. നടപടി റിപ്പോർട്ട് നൽകിയ 4 ദിവസങ്ങൾക്ക് ശേഷം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തി. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അക്രമങ്ങളിൽ അപലപിച്ച് CBCI. ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്ന് CBCI. പുതിയ തൊഴിൽ നിയമങ്ങളിൽ പ്രതിഷേധത്തിന് തൊഴിലാളി യൂണിയനുകൾ. ഫെബ്രുവരി 12 അഖിലേന്ത്യാ പണിമുടക്ക് നടത്തും. പ്രഖ്യാപനം ജനുവരി 9 ദേശീയ തൊഴിലാളി കൺവെൻഷനിൽ. കൊച്ചി മേയർ സ്ഥാനം VK മിനിമോളും ഷൈനി മാത്യുവും പങ്കിടാൻ ധാരണ. ആദ്യ 2.5 വർഷം VK മിനിമോളും രണ്ടാമത് ഷൈനി മാത്യുവും മേയറാകും. ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതായി പരാതി. വിശദമായി നോക്കാം. SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്ത്. കരട് പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറി. ഇന്ന് മുതൽ ജനുവരി 22 വരെ പരാതി നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വീണ്ടും പരാതികൾ വരികയാണെങ്കിൽ സമയം നീട്ടി നൽകുന്ന കാര്യം പരിശോധിക്കുമെന്നും രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. വോട്ടേഴ്സിന്റെ കണക്കെന്ന് പറയുന്നത് 2,78,50,855. 2,78,50,855. ഇതായിരുന്നു 27-ാം തീയതി ഒക്ടോബർ 2025 കൂടി നമ്മൾ ഫ്രീ ചെയ്ത ലിസ്റ്റ്. ഈ നിലവിലുണ്ടായിരുന്ന എല്ലാ വോട്ടേഴ്സിനും നമ്മൾ പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള എനുമറേഷൻ ഫോം പ്രിന്റ് ചെയ്യുകയും അത് നമ്മൾ വിതരണം ചെയ്തിട്ട് തിരികെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ നമുക്ക് ആൾക്കാർ പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള എനുമറേഷൻ ഫോമിന്റെ എണ്ണം എന്ന് പറയുന്നത് 2,54,42,352. അതായത് 2,54,42,352. ഇത് 91.35% ആണ് നിലവിലുള്ള എനുമറേഷൻ ഫോംസ് പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള ആൾക്കാരുടെ ഒരു കണക്ക്. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, വോട്ടേഴ്സിന്റെ കരട് പട്ടിക വെബ്സൈറ്റിൽ ഇനി മുതൽ ലഭ്യമാകും. 24 ലക്ഷത്തിലധികം പേരാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ഒരു മാസത്തെ സമയമുണ്ട് പരാതികൾ പരിഹരിക്കാൻ. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ നിയമസഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് നൽകുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്യാം. ആ രീതിയിലൊക്കെ ഇനി അങ്ങോട്ട് ഒരു മാസം ഏത് രീതിയിലായിരിക്കും പരാതികൾ പരിഹരിക്കുക? തീർച്ചയായും സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ 1.5 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നാണ് SIRന്റെ കരട് വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 24 ലക്ഷത്തിലധികം പേരാണ് വോട്ടർ പട്ടികയുടെ കരടിൽ നിന്ന് ഇപ്പോൾ പുറത്തുപോയിരിക്കുന്നത്. ഇതിന് ഒരു മാസം സമയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു മാസം സമയം നൽകിയിരിക്കുന്നത്. അതായത് ഇന്നാണ് ഈ വെബ്സൈറ്റിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ കരട് വോട്ടർ പട്ടിക ഇന്ന് മുതൽ ഒരു മാസം ജനുവരി 22 വരെ സമയമുണ്ട്. ഈ ജനുവരി 22-നുള്ളിൽ പരാതികൾ നൽകാം ആർക്ക് വേണമെങ്കിൽ. അതായത് ഈ 8%, അതായത് 8.56% പേരാണ് മൊത്തം ആകെയുള്ള വോട്ടർമാരിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നത്. 8.56% എന്ന് പറയുന്നതാണ് 24 ലക്ഷത്തോളം പേരാണ് പുറത്തുപോയി. 24 ലക്ഷത്തിലധികം പേരാണ് പുറത്തുപോയിരിക്കുന്നത്. ഇവർക്ക് നൽകാനായി ഒരു മാസത്തെ സമയം എന്ന് പറയുമ്പോൾ, അതായത് ഇതിൽ പല കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഇതിൽ 6 ലക്ഷത്തിലധികം പേർ മരിച്ചുപോയവരാണ്.
പോയവരും ഒപ്പം തന്നെ വിവിധ കാരണങ്ങളാൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടവർ, ഈ ഒഴിവാക്കപ്പെട്ടവരെന്ന് പറയുന്നത് രണ്ട് പട്ടികയിൽ ഇടം നേടിയവരുണ്ട്. ഒന്നിലധികം പട്ടികയിൽ ഇടം നേടിയവർ എലിജിബിൾ അല്ലാതായി വരുന്നു, അവരെ ഒഴിവാക്കുന്നു. ഒപ്പം സ്ഥലം മാറിപ്പോയവർ, അവരെ ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ ഫോം നൽകിയിട്ട് അത് തിരികെ ലഭിക്കാത്തവർ, അതായത് ഫോം BLOമാർ കൊണ്ട് കൊടുക്കുന്നു, അത് വാങ്ങുന്നു, അതിനുശേഷം അത് പൂരിപ്പിച്ച് തിരികെ നൽകാത്തവർ, അങ്ങനെ സ്ഥലം മാറിപ്പോയവർ, പ്രവാസികളായവർ, സ്ഥിരമായി സ്ഥലം മാറുന്നവർ, ഒന്നിലധികം വോട്ടർ പട്ടികയിൽ പേരുള്ളവർ, ഒപ്പം തന്നെ മരിച്ചുപോയവർ, അങ്ങനെ വിവിധ കാറ്റഗറിയിൽ പെടുന്നവരെല്ലാവരും കൂടി ചേർത്താണ് 24 ലക്ഷത്തോളം പേർ, 24 ലക്ഷത്തിലധികം പേര് ഒഴിവാക്കപ്പെട്ടവർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഈ മരണപ്പെട്ടവരുടെ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെയും ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ വീണ്ടും കരട് പട്ടിക പരിശോധിച്ച്, അതായത് ബൂത്തിലുള്ളവരുടെ, ഇപ്പോൾ വെബ്സൈറ്റിൽ കയറി, ഇന്നു മുതൽ തന്നെ വെബ്സൈറ്റിൽ കയറാം, വെബ്സൈറ്റിൽ കയറി അതാത് ബൂത്തുകളിൽ പോയി, അതായത് ഓരോ വോട്ടർമാരുടെയും അവരവരുടെ കൃത്യമായ ബൂത്തുകളിൽ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കുക, പേരുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. പേരില്ല എങ്കിൽ, കരട് വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ കൃത്യമായി തന്നെ ഓൺലൈൻ വഴി തന്നെ ഈ ഫോം ഫില്ല് ചെയ്ത് അയക്കാമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുനഃപരിശോധനയ്ക്കായി, അതായത് കരട് വോട്ടർ പട്ടികയുടെ ഒരു മാസം പരിശോധിക്കാനും പരിശോധിച്ച് വീഴ്ചകൾ വരുത്തി അത് കൃത്യമായി പ്രസിദ്ധീകരിക്കാനും 1000 BLOമാരെ, 1000 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. അതായത് ഈ കരടിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം 1000 ഉദ്യോഗസ്ഥരെ ഈ ഒരു മാസക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖൽക്കർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്, ഇതിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള വോട്ടർമാർ, അതായത് ആകെയുള്ള പട്ടികയുടെ 60% ഇവരാണ്. ഇതിൽ തന്നെയും ഈ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരിൽ ഒഴിവാക്കപ്പെട്ടവർ, അതായത് ഈ ഫോം പൂരിപ്പിച്ച് നൽകാനോ ഒന്നും തയ്യാറാകാത്തവർ 20%, പട്ടികയിൽ 20% ഈ പ്രായത്തിലുള്ളവരാണ്. ഇവർ എന്തുകൊണ്ട് ഈ കോളേജ് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ, യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ഇവരാരും തന്നെയും ഫോം ഫില്ല് ചെയ്ത് തരാനോ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം കാണിക്കാത്ത ഒരു 20% വിഭാഗം ഉണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നു. ഇത് വലിയൊരു കണക്കാണ്. ഇവരെ ബോധവൽക്കരിക്കുകയും ബോധവൽക്കരണം നടത്തി ഇവരിലെ കരട് വോട്ടർ പട്ടിക, അതായത് ഇവർ തന്നെയാണ് ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടത്. ഇങ്ങനെയുള്ളവരെ ബോധവൽക്കരണം ഒരു ഭാഗത്തൂടി നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു മാസം ഏതെങ്കിലും രീതിയിൽ, അതായത് ഈ സ്ഥലം മാറിപ്പോയവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു മാസക്കാലം സമയം നൽകുന്നുണ്ട്. ഇവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോം ഫില്ല് ചെയ്ത് ഓൺലൈനായി നൽകാം. അതല്ലാതെ തന്നെ ബൂത്തിൽ ഏജന്റുമാരെ, BLOമാരെ സമീപിച്ച് അവർക്ക് ഫോം നേരിട്ട് കൊടുക്കുകയോ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നൽകാം. അതിനുവേണ്ടി നൽകുന്ന ഈ ഒരു മാസക്കാലം എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. ഒപ്പം തന്നെയും ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കരട് വോട്ടർ പട്ടികകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറത്തേക്ക് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്നു മുതൽ നൽകി തുടങ്ങുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടർ പട്ടിക രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ലഭ്യമാകുമ്പോൾ അവർക്ക് കൃത്യമായി തന്നെ അവരവരുടെ ബൂത്തുകളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ഏതൊക്കെ വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പേരിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു പിശകോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഴ്ചയോ സംഭവിച്ചു, BLOമാർക്കോ അല്ലെങ്കിൽ ഈ SIR രേഖപ്പെടുത്തുന്നതിൽ കണക്കുകൾ പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതൊക്കെ തന്നെ കൃത്യമായി അറിയിക്കാൻ അതിനൊക്കെ ഈ ഒരു മാസ സമയം ഉണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഏത് രീതിയിൽ വേണമെന്ന്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഈ 8.6% ഒഴികെ ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും അത് 24 ലക്ഷത്തിലേറെ പേർ ഇന്നും സംസ്ഥാനത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു ചെറിയ കണക്കാണെന്ന് പറയാൻ പറ്റുകയില്ല. അതുതന്നെയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ SIRന്റെ കണക്കുകൾ ശേഖരിച്ചതിൽ പിശക് വന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ തവണ ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ തന്നെ വിമർശനവും പരാതിയും ഒക്കെ ഉന്നയിച്ചു. അതേസമയം നമ്മൾ വലിയ രീതിയിൽ വാർത്ത നൽകിയതാണ്. രാജാജി മാത്യു MLA ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ പേരും കൃത്യമായി വിശദമായി തന്നെ SIR പൂരിപ്പിച്ച് നൽകിയിട്ട് പോലും അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പേര് ഒഴിവാക്കപ്പെട്ടു എന്ന് പരാതി നൽകി. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അത് പരിശോധിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേര് പട്ടികയിലുണ്ട്, അത് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും വിധേന, അതായത് എന്തുകൊണ്ടാണ് എലിജിബിൾ ആയി പലരും തെരഞ്ഞെടുപ്പ് ഫോം വാങ്ങി SIR ഫോം വാങ്ങുന്നു, ഫോം വാങ്ങിയ ശേഷം അത് പൂരിപ്പിച്ച് നൽകാൻ വിസമ്മതിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് ഈ മൊത്തം കണക്കിൽ തന്നെ 1.5 ലക്ഷത്തോളം പേർ അങ്ങനെ വിസമ്മതിക്കുന്ന ഒരു വിഭാഗമാണ്. ഇവർ എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് വിസമ്മതിക്കുന്നത്? അത്തരം കാര്യങ്ങൾ ഈ ഒരു മാസത്തിനുള്ളിൽ കണ്ടെത്താൻ കഴിയുന്നു. ഒപ്പം തന്നെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു ഏത് സാഹചര്യത്തിലാണ് ഈ 24 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടത്. അതായത് ഈ മരണപ്പെട്ടവരുടെ ഏറെക്കുറെ നോക്കുന്നത് ചെറിയൊരു ശതമാനം മാത്രമാണ് മരണപ്പെട്ടു പോയത്. ബാക്കി വരുന്നത് ഗണ്യവും ഈ സ്ഥലം മാറിപ്പോയവരും ഫോം പൂരിപ്പിച്ച് നൽകാൻ തയ്യാറാകാത്തവരും അതായത് ഒന്നിലധികം വോട്ടർ പട്ടികയിൽ പേരുള്ളവരും ഈ വിവിധ കാരണങ്ങളാൽ സാങ്കേതികമായ പല കാരണങ്ങളാൽ ഇവരെ ഒഴിവാക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ട് ചില ബൂത്തുകളിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഗണ്യമായി തന്നെയും ചില ബൂത്തുകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു 1-2 ബൂത്തുകളിൽ 1000-ഉം 2000-ഉം വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കപ്പെടുന്നു. ഇതിൽ ഏതെങ്കിലും രീതിയിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള അസ്വാഭാവികത ഏതെങ്കിലും ബൂത്തുകളിലുണ്ടെങ്കിൽ അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ ഈ കരട് വോട്ടർ പട്ടിക ലഭിക്കുമ്പോൾ അവർക്ക് ആ രീതിയിൽ പരിശോധിച്ച് ഏതെങ്കിലും രീതിയിൽ പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാം. അപ്പോൾ തന്നെയും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ പരിഹരിച്ച് സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇനി ജനുവരി 22 മുതൽ പരാതികൾ പരിഹരിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വീണ്ടും പരാതികൾ വരികയാണെങ്കിൽ സമയം നീട്ടി നൽകുന്ന കാര്യങ്ങളടക്കം തീരുമാനിക്കും. ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമസഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലി ഡിസൂസ. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, അഴിമതി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് നൽകി 4 ദിവസത്തിന് ശേഷമാണ് നടപടി. തടവുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിലാണ് DIG വിനോദ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും ഇയാൾക്കെതിരെ അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ ജയിൽ DIG വിനോദ് കുമാറിന്റെ ഞെട്ടിപ്പിക്കുന്ന അഴിമതി വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഉന്നത നേതൃത്വം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അടക്കമുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ആകെ ഇനി 4 മാസം മാത്രമാണ് സർവീസ് കാലാവധിയുള്ളത്. അതുകൊണ്ട് ഈ സസ്പെൻഷൻ കാലയളവൊക്കെ എങ്ങനെയാണ്? അമ്പലി 4 മാസം സർവീസ് കാലാവധി നിലനിൽക്കെയാണ് ഇപ്പോൾ വിനോദ് കുമാറിനെതിരെ നടപടി ചെയ്തിരിക്കുന്നത്. ജയിലിനുള്ളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പരോൾ നൽകുന്നതിനും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിലാണ് ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DGP ആയിട്ടുള്ള MK വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ വന്നത്. ഇയാൾക്കെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് നൽകി 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അന്വേഷണം അവസാനിക്കുന്നത് വരെ സസ്പെൻഷനിൽ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തുതന്നെയായാലും കൈക്കൂലി കേസിന് പിന്നാലെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കം ഇയാൾക്കെതിരെ അന്വേഷണം തുടരുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിട്ടുള്ള കൊടിസുനി, അണ്ണൻ സുജിത്ത് തുടങ്ങിയവരുടെ പേരിലും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെയായി പരോളിനായി കൈക്കൂലി വാങ്ങിയതാണ് പ്രാഥമികമായ കണ്ടെത്തലായിട്ടുള്ളത്. പലരിൽ നിന്നും ഗൂഗിൾ പേ വഴി ഉൾപ്പെടെ ഇയാൾ പണം കൈപ്പറ്റിയിരുന്നു എന്ന അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വിജിലൻസ് പ്രത്യേക അന്വേഷണം നടത്തിയാണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തലുകൾ നടത്തിയത്. 2024 മാർച്ച് മുതൽ 2025 നവംബർ വരെയുള്ള കാലയളവിൽ തന്നെ 1,80,00,000 രൂപയോളം കൈക്കൂലി വാങ്ങി എന്നാണ് പരാതിയിൽ ഈ മാസം 16-നാണ് ഇയാൾക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്തുതന്നെയായാലും ഈ 4 ദിവസത്തിന് ശേഷവും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം. 4 ദിവസം റിപ്പോർട്ട് ലഭിച്ച 4 ദിവസത്തിന് ശേഷമാണ് നടപടി വന്നിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. കർശനമായ നടപടിയിലേക്ക് പോയിരിക്കുന്നു, സസ്പെൻഷനിലേക്ക് പോയിരിക്കുന്നു. 4 മാസം മാത്രമാണ് ഇനി ഇയാൾക്ക് സർവീസ് കാലാവധി ഉള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അമ്പലി. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ കസ്റ്റഡിയിലെടുത്ത 2 പേരെ അറസ്റ്റ് ചെയ്തു. അട്ടപ്പള്ളം സ്വദേശികളായ വിനോദിനെയും ജഗദീഷിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇതുവരെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ 15 പേർ കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊലപാതകത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ശക്തമാക്കാൻ സംസ്ഥാന തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഛത്തീസ്ഗഡ്. സംഭവം ദൗർഭാഗ്യകരമാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കേരളം സ്വീകരിക്കണമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ആവശ്യപ്പെട്ടു. സംഘപരിവാറിന്റെ വർഗീയ മുഖമാണ് വാളയാറിലെ കൊലപാതകത്തിലൂടെ പുറത്തുവന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബീഹാറിലും ഗുജറാത്തിലും നടത്തുന്ന രീതിയാണ് ഇവിടെയും പ്രയോഗിച്ചത്. പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഇരയുടെ കുടുംബത്തിനൊപ്പമെന്നും അവർക്കുള്ള നഷ്ടപരിഹാര തുക ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷത്തിന്റെ ഇരയാണ് രാംനാരായൺ ബാഗേൽ. ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ സംഘപരിവാർ ബന്ധം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ മതേതര മനസ്സിനെ തകർക്കുവാനുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണം.
കൊച്ചി മേയർ സ്ഥാനം VK മിനിമോളും ഷൈനി മാത്യുവും ചേർന്ന് പങ്കിടാൻ ധാരണ. KPCC ഇടപെടലിന് മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാനാണ് ശ്രമം. കോൺഗ്രസ് കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവർക്ക് ലഭിച്ചതോടെയാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിന്റെ സാധ്യത കുറഞ്ഞത്. പേരുകളിൽ തർക്കമുയർന്നതോടുകൂടി കോർ കമ്മിറ്റി കോൺഗ്രസ് കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയിരുന്നു. മികച്ച ഭൂരിപക്ഷം ലഭിച്ചതോടെ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് എളുപ്പമാകുമെന്ന് കരുതിയെങ്കിലും കൊച്ചി മേയറെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ശക്തമായ ഭിന്നതയാണ് ഉണ്ടായത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് A ഗ്രൂപ്പിന് പിന്തുണ ഷൈനി മാത്യുവിന് വന്നതോടെ VK മിനിമോളുടെയും ഷൈനി മാത്യുവിൻ്റെയും പേരുകൾക്ക് മുൻഗണന ലഭിക്കുകയായിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മുതിർന്ന നേതാവ് N വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെ കോർ കമ്മിറ്റി കോൺഗ്രസ് കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയിരുന്നു. VK മിനിമോൾക്കും ഷൈനി മാത്യുവിനുമാണ് കൗൺസിലർമാരിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിച്ചത്. മിനിമോൾക്ക് 17 പേർ പിന്തുണ നൽകിയപ്പോൾ ഷൈനി മാത്യുവിന് 19 പേരുടെ പിന്തുണ ലഭിച്ചു. ദീപ്തി മേരി വർഗീസിന് 4 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2.5 വർഷം വീതം മിനിമോൾക്കും ഷൈനി മാത്യുവിനും സ്ഥാനം നൽകാനാണ് നിലവിലെ ധാരണ. ആദ്യ ടേമിൽ VK മിനിമോൾ മേയറാകും എന്നാണ് നിലവിലെ ധാരണ. എന്നാൽ ദീപ്തി മേരി വർഗീസുമായി ബന്ധപ്പെട്ട വിഭാഗം ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമാണ് ഇപ്പോൾ ദീപ്തിക്ക് വിനയായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാമെന്ന ധാരണയും ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. വെള്ളിയാഴ്ചയാണ് മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. LDFിൽ നിന്ന് മുന്നണി മര്യാദയ്ക്ക് അനുസരിച്ചുള്ള സഹകരണം ലഭിച്ചില്ലെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് ദേവർകോവിൽ വിഭാഗം ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. INL സ്ഥാനാർത്ഥിക്ക് പലയിടത്തും വോട്ട് ലഭിച്ചില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിങ്ങളെ അല്ലെന്നും മലപ്പുറത്തെ മുസ്ലിം ലീഗിനെയാണെന്നും കാസിം ഇരിക്കൂർ കോഴിക്കോട് പറഞ്ഞു. ചില ജില്ലകളിൽ നിന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷ വോട്ട് കിട്ടിയിട്ടില്ല, അതേസരം നമ്മുടെ പാർട്ടിൻ്റെ വോട്ട് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു, അതേസരം ആ ഭാഗത്ത് നിർത്തിയ വിമതന്മാരോ അല്ലെങ്കിൽ അവരെ സ്ഥാനാർത്ഥികളോ വിജയിക്കുന്നു, അല്ലെങ്കിൽ LDFിൻ്റെ ശത്രുക്കൾ വിജയിക്കുന്നൊരു അവസരം ഉണ്ടാകുന്നു. CPMൻ്റെ വോട്ടൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ വഴുതിപ്പോകുന്ന വോട്ടല്ലല്ലോ ഇടതു മുന്നണിയുടെ വോട്ടുകൾ. അങ്ങനത്തെ ചില പരാതികളൊക്കെ ഉണ്ട്. ആ വിരുന്നൊരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വിരുന്നാണ്. നിങ്ങൾ പണ്ട് എന്തോ പറഞ്ഞിട്ട് അതുകൊണ്ട് എൻ്റെ വിരുന്നിൽ പങ്കെടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിയാണോ? അവിടെ എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് അവിടെ. അതൊക്കെ നമ്മളെ ബാലിശമായ ഒരു കാഴ്ചപ്പാടാണ്. അല്ല, എന്ത് പറഞ്ഞാലും ശരി, അത്തരം ഒക്കേഷൻസിന്റെ ലെറ്ററുകളൊക്കെ നേരത്തെ ഇഷ്യൂ ചെയ്യും. അദ്ദേഹം ഒരു സമുദായത്തിന് എല്ലാ സമുദായ നേതാക്കന്മാരെ വിളിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഭരണഘടനയും നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ചിലയിടങ്ങളിൽ വിവിധ പേരുകളിലാണ് ചിലർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത്തരത്തിലുള്ളവർക്ക് നിയമപരമായി സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചില അംഗങ്ങൾ നിയമം അനുശാസിക്കുന്ന മാതൃകയിൽ നിന്ന് വ്യതിചലിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഭരണഘടനാപരമായ നടപടിക്രമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാവില്ല. പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ആണ് ചെയ്യേണ്ടത്. എന്നാൽ ചിലയിടങ്ങളിൽ വിവിധ പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തതായി റിപ്പോർട്ടുണ്ട്. നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലല്ലാതെ അതിൽ മാറ്റം വരുത്തിയോ കൂട്ടിച്ചേർത്തോ ചെയ്യുന്ന സത്യപ്രതിജ്ഞകൾക്ക് നിയമസാധുതയില്ലെന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് നിയമപരമായ അധികാരം ഏറ്റെടുക്കാനാവില്ല. സാധുവായ സത്യപ്രതിജ്ഞ ചെയ്യാത്ത കാലത്തോളം ഇവർക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനോ സംസാരിക്കാനോ വോട്ട് രേഖപ്പെടുത്താനോ അവകാശമുണ്ടായിരിക്കില്ല. അത്തരം പങ്കാളിത്തം നിയമവിരുദ്ധവും അനധികൃതവുമാണെന്ന് കാണുക. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അന്തസ്സും നിയമവാഴ്ചയും ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടികൾ സ്വീകരിക്കണം. ഉത്തരേന്ത്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരായി നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CBCI. മതേതരത്വം തകർത്ത് രാജ്യത്തിന്റെ പേര് നശിപ്പിക്കുകയാണെന്നും CBCI വ്യക്തമാക്കി. അക്രമങ്ങളിൽ അപലപനീയമെന്നും CBCI വ്യക്തമാക്കി. കേരളത്തിലെ സ്കൂളുകളിൽ ഒരാഘോഷങ്ങളും നടത്തുന്നതിൽ തടസ്സമില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇതിൽ ഘടകവിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കേരളം പോലെയുള്ള സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വർഗീയ ചിന്ത കടത്തിക്കൊണ്ടുവരികയാണ് RSS എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിൽ എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കാം. അത് ഒരു ക്യാമ്പസിനകത്ത് നടത്തുമ്പോൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആഘോഷിക്കാം. ഓണം ആഘോഷിക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം, റംസാൻ ആഘോഷിക്കാം. അതിനൊന്നും ഒരു തടസ്സവും കേരളത്തിലെ ഒരു സ്കൂളുകളിലും ഇല്ല. ഏതെങ്കിലും വിദ്യാലയത്തിൽ അതിന് ഘടകവിരുദ്ധമായി പെരുമാറിയാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറല്ല. അപ്പോൾ ബോധപൂർവം വിദ്യാലയങ്ങളിൽ ഈ
വർഗീയ ചിന്ത കടത്തിക്കൊണ്ടുവരികയാണ്. വിദ്യാഭ്യാസത്തിലൂടെ വർഗീയത കടത്തിവിട്ട് RSS കയറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായി വിദേശ വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയാണ് മൊഴി നൽകിയത്. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കടത്താണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ കൂടി മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് വ്യവസായിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഡി മണി എന്ന ആളാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. 2019-20 കാലഘട്ടത്തിലാണ് വിഗ്രഹങ്ങൾ കടത്തിയതായി പറയുന്നത്. ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പണം കൈമാറിയത്. ഡി മണി നേരിട്ടെത്തിയായിരുന്നു പണം നൽകിയത്. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ് പണം വാങ്ങിയതെന്നാണ് വിവരം. ഇതിന് ഇടനില നിന്നത് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ഒരു വശത്തുകൂടി നീങ്ങുന്നതിനിടെയാണ് പുരാവസ്തു കടത്തും ചർച്ചയാകുന്നത്. ഡി മണിയെ കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചു. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും സ്പോൺസർ എന്ന നിലയിൽ 2019 മുമ്പ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ഗോവർദ്ധൻ ഹർജിയിൽ പറയുന്നത്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 30 വീണ്ടും പരിഗണിക്കും. കേസിൽ ഉൾപ്പെടുത്തി തന്റെ സ്വന്തം സ്വർണം SIT പിടിച്ചെടുത്തതെന്നാണ് ഗോവർദ്ധന്റെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ SITയുടെ മേൽ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 2 IPS ഉദ്യോഗസ്ഥരാണ് ശ്രമം നടത്തുന്നത് എന്നും പിന്മാറിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഈ 2 മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസിൽ. പക്ഷെ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. സ്വർണ്ണക്കൊള്ളക്കേസ് പിടിയിലായ പ്രതികളെ CPMന് ഭയമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ യഥാർത്ഥ പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്കും പ്രതികൾക്കും രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. തൊണ്ടി മുതൽ എവിടെ പോയെന്ന് പോലും അറിയില്ല. പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തത് ദുരൂഹമാണ്. പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ SIT ഇനി വൈകാൻ പാടില്ല. ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇതിൻ്റെ അന്വേഷണം കടന്നു പോയിട്ടില്ല. വാസ്തവത്തിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള നടത്താൻ സാധ്യമല്ല. അതിന് പൊളിറ്റിക്കൽ പാട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. ആരാണ് ഇതിന് രാഷ്ട്രീയ സംരക്ഷണം നൽകിയത്? ഗുരുവായൂർ ദേവസ്വത്തിനും PROയ്ക്കുമെതിരെ BJP. ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്ന നിയമനങ്ങളെല്ലാം മാനദണ്ഡങ്ങളും മറികടന്നാണ്. രാഷ്ട്രീയ നിയമനമാണ് PROയുടേതെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ PRO മാധ്യമങ്ങൾക്ക് നൽകാത്തത് ഗുരുതര വീഴ്ചയാണ്. ഗുരുവായൂർ ദേവസ്വം നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നും ദേവസ്വം ചെയർമാൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം PROവിനെതിരെ പത്രമാധ്യമ രംഗത്തുള്ളവർ പരാതിപ്പെട്ടതായിട്ടുള്ള സാഹചര്യത്തിൽ
ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് PRO തസ്തിക മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ഒരു ഭരണകൂടമാണ് നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ PRO തസ്തികയും ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയപരമായിട്ട് സംരക്ഷണം ഒരുക്കുന്ന ഒരു ഭരണകൂടത്തിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു വ്യക്തിയെ അവിടെ പ്രതിഷ്ഠിക്കുവാൻ മാത്രമായിട്ടാണ് ഈ ഒരു തസ്തിക സൃഷ്ടിച്ചിട്ടുള്ളത് പോലും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളിൽ ഉണ്ടാകുന്നത് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും തന്നെ വലിയ ഒരു ദുഃഖമാണ് സമ്മാനിക്കുന്നത്. വലിയ പ്രതിഷേധവും ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ട്. വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ട്രേഡ് യൂണിയനുകൾ ഫെബ്രുവരി 12-ന് അഖിലേന്ത്യാ പൊതുപണിമുടക്ക് നടത്തും. ലേബർ കോഡുകൾ അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും മേഖലാ ഫെഡറേഷനുകളുടെയും അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നത്. ജനുവരി 9-ന് ഡൽഹിയിൽ ദേശീയ തൊഴിലാളി കൺവെൻഷനിൽ പണിമുടക്ക് പ്രഖ്യാപനമുണ്ടാകും. വിനോദ നികുതി ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് KSFDC തിയേറ്ററുകൾ ബഹിഷ്കരിക്കുമെന്ന് കേരള ഫിലിം ചേംബർ. ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ശേഷമാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. KSFDCയുടെ കീഴിലുള്ള തിയേറ്ററുകൾക്ക് ജനുവരി മുതൽ സിനിമകൾ കൊടുക്കേണ്ടതില്ലെന്നാണ് ചേംബറിന്റെ തീരുമാനം. 10 വർഷമായി വിനോദ നികുതിയിൽ ഇളവും സബ്സിഡിയും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. ക്ഷേമനിധിയുടെ കാര്യത്തിലും സർക്കാർ തീരുമാനമുണ്ടായില്ല. സിനിമാ കോൺക്ലേവിന് ശേഷം വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ജൂൺ മാസം മുതൽ നടത്താനായിരുന്നു സമരത്തിൽ നിന്നും പിന്മാറിയത്. എന്നാൽ ഇനിയും തീരുമാനം നടപ്പാക്കാത്തതിനാൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് സമയത്ത് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി ഭയങ്കര പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരു സമര ആഹ്വാനം നടത്തിയിരുന്നു. ജൂൺ മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം തിയേറ്ററുകൾ അടച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ട് ഇൻഡസ്ട്രി മൊത്തം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മീറ്റിങ്ങിന് വിളിക്കുകയും അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് സിനിമ കോൺക്ലേവ് ഓഗസ്റ്റിൽ നടത്തുന്നു, അതുവരെ നിങ്ങൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരവധി തവണ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എല്ലാം നമ്മൾ കത്തെഴുതുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രധാന ആവശ്യം എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്ന ഇരട്ട നികുതി ഒഴിവാക്കി കിട്ടണമെന്ന്. അത് കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസകിരണം പദ്ധതിയിൽ കൂടുതൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭിന്നശേഷിക്കാരുടെ പരിചാരകരായ 22,000-ലധികം പേർക്കുള്ള സഹായമാണ് നൽകുന്നത്. ഇതോടൊപ്പം നിലവിലുള്ള ആശ്വാസകിരണ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് മുഴുവൻ സഹായവും സർക്കാർ നൽകിക്കഴിഞ്ഞെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാറാരോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായവർ എന്നിവരെ പരിചരിക്കുന്ന ആളുകൾക്ക് മാസം തോറും 600 രൂപ ധനസഹായമാണ് ആശ്വാസകിരണം പദ്ധതിയിലൂടെ നൽകുക. ആശ്വാസകിരണം പദ്ധതിയുടെ ആനുകൂല്യം എത്തിക്കുകയാണ്. അതായത് 2018 ഏപ്രിൽ 1 മുതൽ അപേക്ഷിച്ചിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളെ ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ധനസഹായം എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് ഗുണഭോക്താക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 366 ഗുണഭോക്താക്കളാണ് ഇതിലുണ്ടായിരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം നിർണ്ണയിക്കുന്നതിനായി ജലത്തിനടിയിലെ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നു. അണക്കെട്ടിന്റെ ജലാഭിമുഖ ഭാഗത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ച് ബലക്ഷയം വിലയിരുത്തുന്നതിനാണ് ഈ പരിശോധന. 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന. ഇതിനുശേഷം 50 അടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് പരിശോധിക്കും. ഏറ്റവും ഒടുവിൽ അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് 10 അടി വീതമായി ഭാഗിച്ച് ROV ഉപയോഗിച്ച് ചിത്രങ്ങളെടുക്കും. അണക്കെട്ടിൽ 110 അടിക്ക് താഴെ സിമന്റ് പ്ലാസ്റ്ററിംഗ് ഇളകിപ്പോയും നിർമ്മാണത്തിന് ഉപയോഗിച്ച സുർക്കി മിശ്രിതം നഷ്ടപ്പെട്ടും കരിങ്കല്ലുകൾ തെളിഞ്ഞതായി മുമ്പ് കേരളം നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജലാഭിമുഖ ഭാഗത്ത് ഈ പരിശോധന നടത്തുന്നത്. ഡൽഹി CSMRSൽ നിന്നുള്ള 4 ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഫ്രാൻസിൽ നിന്നെത്തിച്ച ഉപകരണം ഉപയോഗിച്ചാണ് ഇത്തവണ പരിശോധന നടത്തുന്നത്. 10 ദിവസത്തോളം പരിശോധന നീണ്ടുനിൽക്കും. താറാവ് കോഴി കർഷകർക്ക് തിരിച്ചടിയായി വീണ്ടും പക്ഷിപ്പനി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്.
ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ താറാവ് കോഴി കർഷകരാണ് നിലവിൽ പ്രതിസന്ധിയിലാകുന്നത്. ആലപ്പുഴയിൽ നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, തകഴി, പുറക്കാട് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെടുമുടിയിൽ കോഴികൾക്കും മറ്റുള്ളിടത്ത് താറാവിനുമാണ് രോഗബാധ. കോട്ടയത്ത് കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വേളൂർ എന്നീ വാർഡുകളിലാണ് രോഗബാധ. കാട, കോഴി എന്നിവയ്ക്കാണ് കോട്ടയത്ത് പ്രധാനമായും രോഗബാധ സ്ഥിരീകരിച്ചത്. നേരത്തെ കേരളത്തെ പക്ഷിപ്പനി മുക്ത സംസ്ഥാനമായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രതീക്ഷയിൽ കൃഷിയിറക്കിയ കർഷകരാണ് ഇപ്പോൾ കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. വിഷയത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2014 പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയ പക്ഷികളുടെ നഷ്ടപരിഹാര തുക കർഷകർക്ക് ഇനിയും ലഭിക്കാനിരിക്കവെയാണ് അവരെ കൂടുതൽ ദുരിതത്തിലാക്കിക്കൊണ്ട് പുതിയ നടപടികളിലേക്ക് മൃഗസംരക്ഷണ വകുപ്പ് കടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 50% വീതം നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ 12% കുറച്ചാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇത് കർഷകർക്ക് ഇനിയും ലഭിക്കാനുണ്ട്. പക്ഷികൾക്ക് വാക്സിനേഷൻ നൽകാൻ സർക്കാർ ഇടപെടലുണ്ടാകാത്തതും മറ്റൊരു പ്രതിസന്ധിയാണ്. നിരവധി പ്രതിസന്ധികളെ മറികടന്ന് കൃഷിയിറക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ വിപണി. എന്നാൽ പക്ഷിപ്പനി വീണ്ടും വില്ലനായി എത്തിയതോടെ ഏക പ്രതീക്ഷയും അവസാനിക്കുന്ന നിലയിലാണ് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ താറാവ്, കോഴി കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. ഇനി അതിലേക്കാണ്. Good